മൈ ഡിയർ ബ്യൂട്ടിഫുൾ സഖീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് സഖിയ സ്പീക്സ്. ഇന്ന് നമ്മൾ സഖിയ സ്പീക്കിൽ സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ഐഡിയാസ് ഉണ്ട് എന്നൊന്നും ശരിയാവുന്നില്ല. മൾട്ടി പാഷനേറ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചിട്ടാണ്. ഇത് പറയാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരാള് ഞാൻ തന്നെയാണ്. അപ്പൊ സഖിയ സ്പീക്സ് എന്ന് പറയുന്നത് ഒരു ഓഡിയോ പോഡ്കാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് യാതൊരു ഇൻഫോർമേഷനും കിട്ടൂല, ഓൺലി ഫ്രം ദ ഓഡിയോ. സോ നിങ്ങൾ ഫോൺ കയ്യിൽ തന്നെ വെച്ചിരിക്കണം എന്നൊന്നുമില്ല. ഫോൺ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് നിങ്ങൾക്ക് ഈ ഓഡിയോ ലിസൺ ചെയ്യാം. And before that, what is Sakia? Sakia is a female wellness community for mental, physical and social well-being. അപ്പോൾ നമുക്ക് കറന്റ് 3 വാട്സാപ്പ് ഗ്രൂപ്പ് ആണുള്ളത്. വൺ ഈസ് ഫോർ ദ ഫ്രണ്ട്സ്, വൺ ഈസ് ഫോർ ഗ്രോത്ത് ആൻഡ് വൺ ഈസ് ഫോർ ദ സ്ട്രെങ്ത്. ഫ്രണ്ട്ഷിപ്പും ഗ്രോത്ത് ഗ്രൂപ്പും ഫ്രീ ആയിട്ടുള്ള ഗ്രൂപ്പാണ്. സ്ട്രോങ് ഹെർ എന്ന് പറയുന്ന ഫിറ്റ്നസ് ഗ്രൂപ്പ് മാത്രമാണ് നമ്മുടെ പെയ്ഡ് ആയിട്ടുള്ളത്. അത് 499 ആണ് മന്ത്ലി. ഇപ്പൊ ന്യൂ ഇയർ ആയിട്ട് 3 മാസത്തിന് 999 മാത്രമാണ്. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ഓഫർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയക്കുക. ഈ ഒരു സ്ട്രോങ് ഹെർ എന്ന ഗ്രൂപ്പിന്റെ അകത്ത് വരുന്നത് ലൈവ് ആയിട്ടുള്ള സെഷനാണ്. അപ്പൊ ഈ ലൈവ് സെഷന്റെ അകത്ത് നമ്മൾ ഒരുമിച്ചിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു, ജേർണലിങ്ങും അഫർമേഷനും. അത് കഴിഞ്ഞ് നമ്മൾ ഈതർ യോഗ അല്ലെങ്കിൽ വർക്ക്ഔട്ട് ആയിരിക്കും നമ്മുടെ ഈ ലൈവ് സെഷനകത്ത് വരിക. ഇനി നിങ്ങൾക്ക് ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ റെക്കോർഡിങ്സും ഷെയർ ചെയ്യുന്നതാണ്. വെൽക്കം ബാക്ക് ടു അവർ ടോപ്പിക്. ഇത് എന്നെ പേഴ്സണലി വല്ലാണ്ട് അലട്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴും അലട്ടാറുണ്ട് എന്ന് തന്നെ പറയാം. എനിക്കാണെങ്കിൽ ഒരുപാട് ഐഡിയാസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ എനിക്കിഷ്ടമാണ്. ആർട്ട് ഇഷ്ടമാണ്, എനിക്ക് ഫിറ്റ്നസ് ഇഷ്ടമാണ്, എനിക്ക് പുതിയ ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്, കുക്കിംഗ് ഇഷ്ടമാണ്. ഇതൊക്കെ എനിക്ക് ജെന്യൂൻലി ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ, ചെറിയ പ്രോബ്ലം അല്ല, വലിയ പ്രോബ്ലം. ഒരുപാട് ഇൻട്രസ്റ്റും ഒരുപാട് ഐഡിയാസും ഉള്ള കാരണം ഒന്നും പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു, ഒന്നും ഫിനിഷ് ആകുന്നില്ല. ഇത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആണോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, വിഷമിക്കേണ്ട. നമുക്ക് ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്റെ ഒരു കാര്യം പറയണം. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ അങ്ങനെ കുടിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇന്ന് നല്ലൊരു അടിപൊളി ഡേ ആണ്, ഇന്ന് കുറച്ച് പെയിന്റിംഗ് ഒക്കെ ഒന്ന് ചെയ്യാം. അപ്പൊ എന്ന് വിചാരിച്ച് ഞാൻ അതിന് നല്ലൊരു പിക്ചറും കാര്യങ്ങളും ഒക്കെ കണ്ടെത്തും. അപ്പോഴായിരിക്കും ഞാനൊന്ന് വിചാരിക്കുന്ന ഇൻസ്റ്റാഗ്രാം ഒന്ന് തുറന്ന് സ്ക്രോൾ ചെയ്യാം. അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോഴായിരിക്കും ആരെങ്കിലും ഒക്കെ ജിമ്മിലുള്ള ട്രാൻസ്ഫോർമേഷൻ വീഡിയോ കാണാം. ഓ, തീർന്നു. ഞാൻ എന്നോട് പറയുന്നു, ഈ ഇങ്ങനെ ഫിറ്റ്നസ് ഒക്കെ നെഗ്ലക്ട് ചെയ്ത് നടന്നോ? കുറെ കാലമായില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്. പെയിന്റിംഗ് ഒക്കെ നിങ്ങൾക്ക് പിന്നെയും ചെയ്യുന്നതിന്റെ ഹെൽത്തിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ പെയിന്റിംഗ് ബ്രഷ് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഫിറ്റ്നസിന്റെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കും. അതിങ്ങനെ ചെയ്തുകൊണ്ട് കുറച്ച് ദിവസം പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു ബിസിനസ് പോഡ്കാസ്റ്റ് കേട്ടിട്ട് അതിൽ ഭയങ്കര അവര് സക്സസ്ഫുൾ ആയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ, ഓ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നും. അപ്പൊ എന്ത് ചെയ്യും, പിന്നെ അതിൽ കുറച്ച് റിസർച്ചും കാര്യങ്ങളും അതിന്റെ പിന്നാലെ പോകും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു പരിപാടി. ഓക്കെ, സോ ലെറ്റ്സ് സിറ്റ് ഡൗൺ ആൻഡ് ആക്ച്വലി തിങ്ക് അബൌട്ട് ഇറ്റ്. ഇതിനെക്കുറിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ആലോചിക്കാം. പലരും പറയും ഫോക്കസ് ഇല്ലായ്മയാണ്, മടിയാണ്, കമ്മിറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പലരും പറയുന്നത്. ബട്ട് അത് സത്യമല്ല. കാരണം എനിക്ക് എന്തൂസിയാസം ഉണ്ട്, എനിക്കത് ഇഷ്ടമാണ്, ഞാൻ അതിലേക്ക് എനർജി ഒക്കെ കൊടുക്കുന്നുണ്ട്. ദ റിയൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മള് മൾട്ടി പാഷനേറ്റ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ജെന്യൂൻലി ഇൻട്രസ്റ്റഡ് ആണ്. ആക്ച്വലി അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ലിയോണാർഡോ ഡാവിഞ്ചി ഒരു പെയിന്റർ ആണ്, സയന്റിസ്റ്റ് ആണ്, ഇൻവെന്റർ ആണ്, എഞ്ചിനീയർ ആണ്. നമ്മുടെ സ്റ്റീവ് ജോബ്സ് നോക്കുകയാണെങ്കിൽ ടെക് ഇഷ്ടമാണ്, ഡിസൈനിങ് ഇഷ്ടമാണ്, അവർക്ക് കാലിഗ്രഫി ഇഷ്ടമാണ്. ഐൻസ്റ്റീന്, ആൾക്ക് ഫിസിക്സ് ഇഷ്ടമാണ്, മ്യൂസിക് ഇഷ്ടമാണ്, ഫിലോസഫി ഇഷ്ടമാണ്. സോ മൾട്ടി പാഷനേറ്റ് ആയിട്ടുള്ള ആളുകൾ ലോകത്തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മോഡേൺ വേൾഡിൽ എന്താണ് പറയുന്നത് വെച്ചാല്, ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്യും, സ്പെഷ്യലൈസ് ആവും, എക്സ്പേർട്ട് ആവും. ഇത് കേട്ടത് നമുക്ക് ഗിൽറ്റ് വരുന്നു. നമുക്കൊന്നിലും പ്രോപ്പറായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഫീൽ വരുന്നു. ഞാൻ ഈ നീഷ എടുത്താൽ ആ നീഷ മിസ് ചെയ്താലോ, ആ നീഷ എടുത്താൽ ഈ നീഷ മിസ് ചെയ്താലോ, ഇങ്ങനെ ആലോചിച്ചിട്ടുള്ള ഗിൽറ്റ് വേറെ. ഇതിന്റെ പുറമെ നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നിട്ട് വേറെ ആരെങ്കിലും പോസ്റ്റ് അവരുടെ അടിപൊളിയായിട്ടുള്ള സക്സസ് സ്റ്റോറിയും കൂടെ കേട്ടാലോ, തീർന്നു. നമ്മൾ പലപ്പോഴും കാണുന്നത് അവരുടെ ഹൈലൈറ്റ്സ് മാത്രമാണ്. അല്ലെങ്കിൽ അവർ ഇയേഴ്സ് ആയിട്ട് മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരു സിംഗിൾ സ്ക്രോളിൽ കാണുന്നത്. അപ്പൊ അയാൾക്ക് നല്ല ആർട്ട് സ്കില്ലുണ്ട്, എനിക്കില്ല. അവള് ഭയങ്കര ഫിറ്റ് ആണ്, ഞാൻ ഫിറ്റ് അല്ല. അവളെ ബിസിനസ് സക്സസ്ഫുൾ ആയി, എന്റേതാണെങ്കിലോ? ഇതാണ് എൻ്റെ ഒക്കെ അവസ്ഥ. നമ്മൾ പാനിക് ആവുന്നു, വല്ലാണ്ട് അങ്ങനെ നെഞ്ചിരിക്കാൻ തുടങ്ങുന്നു. നമുക്കെല്ലാം വേണം, എങ്ങനെ, ഇപ്പൊ വേണം, ഞാൻ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. ഇതിന്റെ ഒപ്പം തന്നെ വേറൊരു ഇഷ്യൂ കൂടെ ഉണ്ട്, ഷൈനി ഒബ്ജക്ട് സിൻഡ്രം എന്ന് പറയുന്നത്. ഒരു ന്യൂ ഐഡിയ കാണുമ്പോൾ
എക്സൈറ്റിംഗ് ആണ്, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാ വെച്ചാല് ന്യൂ ഐഡിയാസിന്റെ സ്ട്രഗിൾസ് നമുക്കറിയില്ല. അത് നമ്മുടെ ഇമാജിനേഷനിൽ മാത്രമാണ്. ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും, ഇപ്പൊ തുടങ്ങിയാൽ ശരി ഒക്കെ സെറ്റാണ് തോന്നും. കാലെടുത്ത് വെച്ച് അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ചാലഞ്ചസും ബോറിംഗ് പാർട്സും അതിന്റെ ഡിഫിക്കൽട്ടീസും ഒക്കെ മനസ്സിലാകാൻ തുടങ്ങും. പെയിന്റിങ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത് ശരിയാവുന്നില്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ലൈനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല. ജിമ്മിൽ പോകുമ്പോൾ ഇവിടെ വേദന അവിടെ വേദന, അയ്യോ ഡയറ്റ് ആണെങ്കിൽ ഭയങ്കര ബോറ്. ബിസിനസ് ചെയ്യാൻ പോകുമ്പോഴോ നമ്മൾ ചെയ്ത പ്ലാന് വർക്ക് ആവുന്നില്ല, നമുക്ക് നല്ല വെൻഡേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നമ്മൾ ഇടുന്ന റീൽസും കാര്യങ്ങൾക്കൊന്നും റീച്ച് ആവുന്നില്ല, കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല. നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്ക് ഇതിന്റെ സ്ട്രഗിൾസ് മനസ്സിലാവുള്ളൂ. എന്ത് ചെയ്യും, നമ്മള് പെട്ടെന്ന് ചാടും, അടുത്ത ഐഡിയയിലേക്ക് പോകും. അത് സ്റ്റാർട്ട് ചെയ്യും, ഇനീഷ്യല് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും, വീണ്ടും ബോറിംഗ് ആവും, അടുത്തേക്ക് ചാടുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്, ഇൻഫർമേഷൻ ഓവർലോഡഡ്. നമ്മൾ ജീവിക്കുന്നത് ഇൻഫർമേഷൻ ഓവർലോഡ് ആയിട്ടുള്ള ഒരു കാലത്താണ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫ്രണ്ട്സ്, ഫാമിലി, എല്ലാവരുടെ ഭാഗത്തുനിന്നും നമുക്ക് ഇങ്ങനെ ഐഡിയാസ് കിട്ടിക്കൊണ്ടേയിരിക്കും. എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്കും അത് ചെയ്യണം എന്ന് തോന്നുന്നു. മാത്രമല്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണെങ്കിൽ ChatGPT ഉണ്ട്, ഒരു കാര്യം ചോദിച്ചാൽ 100 കാര്യം പറഞ്ഞു തരും. അപ്പൊ നമുക്ക് ഐഡിയാസ് ഇല്ലാത്ത പ്രശ്നമല്ല, നമുക്ക് ഐഡിയാസ് കൂടിയ പ്രശ്നമാണ്. ഇപ്പൊ കുറച്ചായിട്ട് ഞാൻ ChatGPT-നോട് പറയാറുണ്ട്, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ആ ഒരു കാര്യം മാത്രം പറഞ്ഞു തന്നാൽ മതി, കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ വേറെ എവിടെയെങ്കിയോ എത്തും, ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം അവിടെ കിടക്കും. അപ്പൊ ഇൻഫോർമേഷൻ ഓവർലോഡും ഒരു പ്രശ്നമാണ്. പിന്നെ ഒരു പ്രശ്നം വരുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കൾച്ചർ. നമുക്ക് പാടത്ത് ജോലി വരമ്പത്ത് കൂലി എന്നുള്ളതാണ് നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു പരിപാടി. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നമ്മളിങ്ങനെ ശീലിച്ചു പോയി. പക്ഷേ പല കാര്യങ്ങളും അങ്ങനെയല്ല. എസ്പെഷ്യലി നമ്മൾ ബിസിനസ്സും ഫിറ്റ്നസ്സും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു ലോങ് ടേം ആയിട്ടുള്ള പ്രോസസ്സാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ അതിൽ റിസൾട്ട് കിട്ടണം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. നമുക്കതിങ്ങനെ ബോറിംഗ് ആയിട്ട് ഇങ്ങനെ തുടങ്ങും. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് പറയാം. ഫസ്റ്റ് ആയിട്ട് ദ മെയിൻ തിങ് റൂൾ. ഒരു സമയത്ത് ഒരു കാര്യത്തിൽ മാത്രം മെയിൻ പ്രയോറിറ്റി കൊടുക്കുക. യെസ്, നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻട്രസ്റ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ പാഷനേറ്റ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഒരു സമയത്ത് ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു സീസൺ വെക്കാം, ഈ ഒരു 3 മാസം ഞാൻ ഈ കാര്യമാണ് ചെയ്യുന്നത്, എൻ്റെ എനർജി ഞാൻ കൊടുക്കുന്നത് ഇതിലേക്കാണ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക. രണ്ടാമത് 90-day ഫോക്കസ് ചാലഞ്ച്. സയന്റിഫിക്കലി ഒക്കെ പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 90 days എങ്കിലും ഒരു കൃത്യമായിട്ട് ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു ഐഡിയ സെലക്ട് ചെയ്യുക, 90 days കുറഞ്ഞത് അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക. എല്ലാ ദിവസവും ഒരേപോലെ എന്നൊന്നുമില്ല. ഒരു ദിവസം 30 minutes ആണെങ്കിൽ ഒരു ദിവസം 2 hours ആയിരിക്കും. ദാറ്റ്സ് ആൾസോ കൺസിസ്റ്റന്റ്. അപ്പോൾ എന്ത് തോന്നിയാലും വേറൊരു പ്രൊജക്ട് തുടങ്ങരുത്. ഈ തുടങ്ങിയത് ഒരു 90 days കൺസിസ്റ്റന്റ് ആയിട്ട് ഇതിനോടൊരു കമ്മിറ്റ്മെന്റ് നമുക്ക് തന്നെ തുടങ്ങും. അപ്പൊ കുറച്ച് റിസൾട്ട്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൽ കാണാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. പക്ഷെ ഐ ഡോണ്ട് റിയലി റെക്കമെൻഡ്, കുറച്ചും കൂടെ നമുക്ക് അതിലൊരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയതിനു ശേഷം മാത്രം തുടങ്ങിയാൽ മതി. മൂന്നാമത്തെ ഒരു സ്ട്രാറ്റജി, ദ ഐഡിയ പാർക്കിംഗ് ലോട്ട്. തലയിലേക്ക് വരുന്ന എല്ലാ ഐഡിയാസും ഒരു നോട്ട്ബുക്കിലോ ആപ്പിലോ നമുക്ക് എഴുതി വെക്കാം. പാർക്കിംഗ് ലോട്ട് എന്ന് വേണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, പേര് മുകളിൽ കൊടുക്കാം. നമ്മുടെ ഐഡിയാസ് ഒക്കെ നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യം ഉണ്ടാവുമ്പോൾ നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇത് ചെയ്യുമ്പോൾ എന്താ വെച്ചാല് നമ്മുടെ മനസ്സിനെ അറിയാം, ഓക്കെ ഞാൻ ഇനിയും ഐഡിയ മറന്നു പോകില്ല, കാരണം ഓൾറെഡി ഞാൻ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഞാൻ മറന്നു പോകും എന്നുള്ള ആ ഒരു ടെൻഷൻ കുറയും. പിന്നെ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാനും പറ്റും. ഇനി നാലാമത്തെ സ്ട്രാറ്റജി, സ്ട്രാറ്റജിക് മിസ്സിംഗ് ഔട്ട്. ഇത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റൂല എന്ന് നമുക്കറിയാം, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ചില ഓപ്പർച്യൂണിറ്റീസ് ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അത് ഓക്കെയാണ് ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. എല്ലാം ട്രൈ ചെയ്തിട്ടും ഒന്നും അച്ചീവ് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു ഗിൽറ്റ് ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് അതിൽ ഒന്നും കൂടെ ബെറ്റർ ആവാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ തന്നെ ഒഴിവാക്കിയത്, എനിക്ക് പറ്റൂല, എനിക്ക് വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഒഴിവാക്കിയതാണ് എന്ന് നമ്മുടെ മനസ്സിനോട് അങ്ങോട്ട് പറയാം. ദ ഡീപ്പ് വർക്ക് ബ്ലോക്സ് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ദിവസം 1-2 മണിക്കൂർ ഡീപ്പ് വർക്ക് ടൈം ബ്ലോക്ക് ചെയ്യുക. ഈ സമയത്ത് ഫോണ്, സോഷ്യൽ മീഡിയ, നോട്ടിഫിക്കേഷൻ ഒന്നും വേണ്ട. പറ്റുകയാണെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുക, ഫോണും അപ്പുറത്ത് വേറെ ഏതെങ്കിലും റൂമിൽ വെക്കുക.
നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള പ്രയോറിറ്റിയിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്യാം. കൺസിസ്റ്റൻസി ബീറ്റ്സ് ഇന്റൻസിറ്റി. ദിവസം 1 മണിക്കൂർ ഫോക്കസ് ചെയ്ത 90 ഡേയ്സിൽ 90 ഹവേഴ്സ്. ഇമാജിൻ, ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് സ്ട്രാറ്റജി നമ്പർ 6, ട്രാക്ക് യുവർ പ്രോഗ്രസ്. ഒരു ജേണൽ മെയിൻറ്റെയിൻ ചെയ്യുക. എന്ത് ചെയ്യുന്നു, എന്ത് പ്രോഗ്രസ് ഉണ്ടായി എന്നൊക്കെ എഴുതി വെക്കുക. ചെറിയ വിൻസ് പോലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഇത് നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മളെ പ്രോഗ്രസ് കാണുമ്പോൾ നമുക്ക് മറ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒഴിവാക്കി നമുക്ക് ഒന്നും കൂടെ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള ചാൻസ് കൂടും. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മൾട്ടി പാഷനായിട്ട് ഒരു കേഴ്സ് ഒന്നല്ല, അതൊരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം. അപ്പൊ ഇന്ന് പറഞ്ഞതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പറഞ്ഞത് എന്താ വെച്ചാൽ 90 ഡേയ്സ് ഫോക്കസ്, പാർക്ക് യുവർ ഐഡിയാസ്, സ്ട്രാറ്റജിക് മിസ്സിംഗ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ ടു സേ നോ. ഒരു കുഴപ്പമില്ല ചില കാര്യങ്ങളോട് നമ്മൾ നോ പറയുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടിനെ ഓവർകം ചെയ്യാം. ബി ദ ഫോക്കസ് മാസ്റ്റർ. അല്ലെ, ഇത് കേട്ടിട്ട് നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഇനി പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് 90 ഡേയ്സിലേക്ക്? കമന്റ് ബിലോ. ഇന്നത്തെ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ദിസ് ഈസ് മുർഷിദ ഫ്രം സഖിയ. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്സും കൂടെ കമന്റ് ചെയ്യുക. ഏതൊക്കെ ടോപ്പിക്സിനെ കുറിച്ചാണ് ഇനി സംസാരിക്കേണ്ടത് എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ. ലവ് യു ആൾ.